ഹായ്. ഇന്ന് ഞാൻ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഓൺലൈൻ സ്റ്റോറിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യുന്നത്. ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസസ് ഐ ഹാവ് ഗോട്ട് ഫ്രം ദ സൈറ്റ്. ഒരു 50-50 ആണ്. ആദ്യം അവരുടെ ഒരു ഗുഡ് ആസ്പെക്ട്സ് പറഞ്ഞാൽ നല്ല പ്രൊഡക്ട്സ് ആണ്. ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ കളറിലൊക്കെ തന്നെ കിട്ടാറുണ്ട്. പിന്നെ അഫോർഡബിൾ റേറ്റ് ആണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നമ്മൾ മുടക്കുന്ന എമൗണ്ടിന് വർത്തായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റിച്ചിങ് ഓക്കെയാണ്, വളരെ നല്ല സ്റ്റിച്ചിങ് ആണ്. അങ്ങനെ ഒരു വർക്കിനൊക്കെ ആണെങ്കിലും ഒരു ഗ്യാരണ്ടി ഫീൽ ചെയ്യും, ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ആ ഒരു ആസ്പെക്റ്റിൽ മൂൺ ഗോഡസ് നല്ലതാണ്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു 4-5 ഡ്രസ്സസ് എന്തായാലും എടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടവുമാണ്. ഇനി അവരുടെ ബാഡ് ആസ്പെക്റ്റിലേക്ക് വന്നാൽ അവരുടെ കസ്റ്റമർ കെയർ ആൻഡ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് വളരെ ഒരു മോശം റേറ്റിംഗ് ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ബുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 90 ഡേയ്സ് ആണ് അവർ മാക്സിമം പറയുന്നത്. മിനിമം പറയുന്ന 50 ഡേയ്സിലൊന്നും ഒരിക്കലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മാക്സിമം 90 ഡേയ്സ് പറഞ്ഞാൽ ഈ 90 ഡേയ്സിന് ശേഷവും ഒരു അപ്ഡേറ്റ്സും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇങ്ങോട്ട് ഇനിഷ്യേഷൻ എടുത്ത് ഒരു അപ്ഡേറ്റ്സും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പോട്ടെ, നമ്മുടെ ആവശ്യമാണ്, നമ്മൾ എമൗണ്ട് മുടക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്താലും അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒന്നാമത് ഒരു മാർഗവുമില്ല. ആകെയുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അവരുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, കൂടിപ്പോയാൽ ഒരു മെയിൽ അയക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ അവർ പറയാറുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ലേറ്റസ്റ്റ് പോസ്റ്റിന് അടിയിൽ കമൻറ്റ് ചെയ്താൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിന് റിപ്ലൈ തരും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ലാസ്റ്റ് പർച്ചേസ് പ്ലേസ് ചെയ്ത ഓർഡറിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു മെസ്സേജ് ചെയ്തു. അവരുടെ മെസ്സേജ് വന്നു. മെസ്സേജ് ഇതാണ്, പിന്നെ യു ആർ റീഡയറക്റ്റഡ് ടു ദ സപ്പോർട്ട് സിസ്റ്റം. ആ സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എഗെയിൻ ചെയ്യുന്നത് ഈ സെയിം കാര്യമാണ്. നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ ഓർഡർ നമ്പർ കൊടുക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ, നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതും മെയിൽ അയക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിന് റിപ്ലൈ ആയിട്ട് വരാൻ പോകുന്നത് മറ്റൊന്നുമല്ല, അവരെപ്പോഴും അയക്കാറുള്ള ആ ഓട്ടോമേറ്റഡ് മെയിൽ തന്നെയാണ്. അതായത് അവരുടെ മിനിമം ഡേയ്സ് ഓഫ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് 50 വർക്കിംഗ് ഡേയ്സ് ആണ്. മാക്സിമം ഡേയ്സ് ഓഫ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് 70 to 90 വർക്കിംഗ് ഡേയ്സ് ആണ്. പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണ് അയക്കുള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവാതെ ഒരു ഓർഡറും അവർക്ക് അയക്കാൻ പറ്റില്ല. അത് അവർക്കെന്നല്ല, ആർക്കും അയക്കാൻ പറ്റില്ല. ഇനി എൻ്റെ ഒരു ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് അവരുടെ അടുത്ത് നിന്നുള്ളതെന്ന് പറയുന്നത്, ഞാൻ ജൂൺ 12 ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ജൂൺ 12 പ്ലേസ് ചെയ്തിട്ടുണ്ട്, ജൂൺ 25 പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന സമയം അനുസരിച്ച് എനിക്കതൊരു സെപ്റ്റംബർ 12 കിട്ടേണ്ടതാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ കാര്യം മാത്രം എടുക്കാം. സെപ്റ്റംബർ 12 കിട്ടേണ്ടതാണ്. പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്താൽ സെപ്റ്റംബർ അവസാനമെങ്കിലും കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ സെപ്റ്റംബറും കഴിഞ്ഞു, ഒക്ടോബറും കഴിഞ്ഞു, നവംബർ 12 കഴിഞ്ഞു. അതായത് 5 മാസം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് 5 മാസമായി. ഇതുവരെയും ഒരു റെസ്പോൺസോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റാറ്റസ് അപ്ഡേഷനോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം അവരുടെ പോസ്റ്റിന് താഴെ ആദ്യം മെയിൽ ചെയ്തു. അതിന് റെസ്പോൺസ് ഒന്നുമില്ല. അവരുടെ സ്ഥിരം ഓട്ടോമേറ്റഡ് ആ മെയിലാണ് വരുന്നത്. അപ്പോൾ ആണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ കൊണ്ട് കമൻറ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ മെസ്സേജ് വന്നു, യു ആർ റീഡയറക്റ്റഡ് ടു ദ സപ്പോർട്ട് സിസ്റ്റം. അതും പോകുന്നത് ഈ സെയിം പ്രോസസ്സിലേക്ക് തന്നെയാണ്. അവിടെ അതിനുശേഷം ഞാനൊരു 3-4 മെയിൽ അയച്ചു അവർക്ക്. എൻ്റെ എല്ലാ പർച്ചേസ് ഡീറ്റെയിൽസും അറ്റാച്ച് ചെയ്ത്, ബിൽസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടൊരു മെയിൽ അയച്ചു. പിന്നീട് ബോൾഡ് ലെറ്റേഴ്സിൽ ആ ഡേറ്റ്സ് മാത്രം, പർച്ചേസ് ഡേറ്റ് മാത്രം വെച്ച് എല്ലാ ഓർഡർ ഡീറ്റെയിൽസും ഓർഡർ നമ്പരൊക്കെ ഉണ്ടല്ലോ അത് മാത്രം വെച്ചിട്ട് മെയിൽ അയച്ചു. ഒരു റെസ്പോൺസും ഇല്ല. വീണ്ടും വരുന്നത് ആ സെയിം മെയിൽ തന്നെയാണ്. നമുക്കൊരുമാതിരി നമ്മളെ കളിയാക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവുന്നില്ല. അവിടെ ഒരു ഭയങ്കര മോശം സിറ്റുവേഷനാണിത്. എത്ര കാലം നമ്മൾ ഒരു ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും? ഈ 90 ഡേയ്സ് എന്ന് പറയുന്നത് പോലും വളരെ ലോങ് ഒരു ഡ്യൂറേഷനാണ്.
പിന്നെ ഇവർ ഈ അഫോർഡബിൾ റേറ്റിലൊക്കെ തരുന്നു. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, പീസ്ഫുള്ളി വെയിറ്റ് ചെയ്യുന്നു. ആ 90 ഡേയ്സിന് മുമ്പ് ഒരു മെസ്സേജ് പോലും അയച്ചോ മെയിൽ അയച്ചോ നമ്മൾ അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ 90 ഡേയ്സും 100 ഡേയ്സും കഴിഞ്ഞിട്ടാണ്, 100 ഡേയ്സ് അല്ല 125 ഡേയ്സും കഴിഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഈ സെയിം മെയിലാണ് ഇങ്ങനെ നമുക്ക് റിപ്ലൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാതെ എംബാരസിംഗ് ആയിട്ട് തോന്നി, വളരെ പതറ്റിക് ആണ്. നമ്മളൊരു ഡ്രസ്സ് നമ്മൾ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നു, അതിനുവേണ്ടി കാത്തിരുന്നത് എത്ര നാൾ കാത്തിരിക്കും? അപ്പോൾ അവർക്ക് ഓൺ ടൈമിൽ എന്ന് വേണ്ട, ഓൺ ടൈം കഴിഞ്ഞ് ഒരു 10 ദിവസമോ 20 ദിവസമോ 1 മാസം കഴിഞ്ഞിട്ടെങ്കിലും അതൊന്ന് ഡെസ്പാച്ച് ചെയ്യാനുള്ള മര്യാദ കാണിക്കുകയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇനി അതല്ല, ഡെസ്പാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ കസ്റ്റമറുടെ ഒരു ക്വറി എന്താണ്, അവരുടെ ഒരു കൺസേൺ എന്താണെന്നൊന്ന് കേട്ടിട്ട് അതിന് അനുസരിച്ചുള്ള ഒരു റിപ്ലൈ എങ്കിലും തന്നിരുന്നെങ്കിൽ അതും വളരെ നല്ല കാര്യമായിരുന്നു. അല്ലാതെ ഒരു ഓട്ടോമേറ്റഡ് മെയിലോ ഓട്ടോമേറ്റഡ് മെസ്സേജോ കൊണ്ടോ എന്ത് കാര്യമാണുള്ളത്? ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ 5 മാസമായി. അത് കഴിഞ്ഞും ഞാൻ പ്രോഡക്ട്സ് ഇഷ്ടമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രോഡക്ട്സ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ 1-2 വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് 1, 2, 3 ഓർഡറും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം ഒന്നും ഇവിടെ സൂചിപ്പിക്കുന്നത് തന്നെയില്ല. ആദ്യം പ്ലേസ് ചെയ്ത ഓർഡറിന് ഒരു തീരുമാനമാകണമല്ലോ, അത് കഴിഞ്ഞ് വേണമല്ലോ അതിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡറിനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് വൈസ് ഞാൻ ഓക്കെയാണ്, പക്ഷേ ഈ ഒരു നമുക്ക് സാധനം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തൊരു സാധനം കയ്യിൽ കിട്ടാതെ അവരുടെ നല്ല പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു വശം കൂടി അവർക്ക് ടേക്ക് കെയർ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ല ഒരു ഓൺലൈൻ സൈറ്റാണ് ശരിക്കും. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കസ്റ്റമൈസ്ഡ് ഹാൻഡ് വർക്ക്ഡ് പ്രോഡക്ട്സ് ഇടാനായിട്ട് അവരുടെ ആ സൈറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ സാധനം കിട്ടിയിട്ട് നമുക്ക് അതൊന്ന് ഇടാനോ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. താങ്ക് യു.